സൂക്ഷിച്ചൊക്കെ പിടിച്ച് പൊക്ക് കേട്ടോ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ചിലപ്പോൾ സമ്മതമില്ലാതെ പിടിച്ച് തൂങ്ങി ഇറങ്ങിയെന്ന് വരും. കുറേ ആൾക്കാർ റീന മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് എനിക്ക് ശരിയായി വരുന്നത്. അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. 2025 നമ്മൾ ഒരുപാട് അപരാധങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊക്കെ കാട്ടപരാധം എന്ന പട്ടം കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, അത് ജാസിക്ക് തന്നെയാണ്. 2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ജാസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ തന്നെ നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു, നമ്മൾ കൊറോണ അതിജീവിച്ചു, പ്രളയം അതിജീവിച്ചു, ഇതും നമ്മൾ അതിജീവിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജാസി കൊച്ചാട്ടൻ നിർത്തിയേക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നല്ലോ, മണിനാഥം നിലച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ മണിനാഥം നിലച്ചിട്ടുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. ഒപ്പം തന്നെ ഒരു ഗർഭണനായി മാറി എന്നുള്ള ശാസ്ത്രം പോലും തോറ്റുപോകുന്ന അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ജാസി കൊച്ചാട്ടൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിലും ഈ ഒരു സർജറിക്കൊക്കെ ശേഷം ജാസി കൊച്ചാട്ടൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്തൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. അപ്പം നമുക്ക് നേരെ ജാസിനെ റോസ്റ്റ് ചെയ്യാം സുഹൃത്തുക്കളെ. കുറേ ആൾക്കാർ റീന മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് ശരിയായി വരുന്നത്. ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ എനിക്കും ചിരി തന്നെയാണ് വരുന്നത്. പിന്നെ ആ ഒരു പുള്ളി അന്ന് റെനെ മെഡിസിറ്റിയിലോട്ട് വിളിച്ചത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു 22 FK അല്ല അവിടെ നടന്നേക്കുന്നത്, അപ്പർ ബോഡിയിലെ സർജറി മാത്രമേ നടന്നിട്ടുള്ളൂ. അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ. ഇപ്പൊ കുറ്റം മൊത്തം ആൾക്കാരുടെയോ? നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ലൈഫിൽ അത് നടക്കുന്നു ഇത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരോട് പബ്ലിക്കിൽ കൊണ്ടിടുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആൾക്കാർ ഇതിലോട്ട് ഇതൊന്നും എത്തണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രൈവറ്റ് ആയിട്ട് വീഡിയോ ഇട്ടാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ഗ്യാലറിയിൽ ഇട്ടാൽ പോരെ. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നാട്ടുകാർക്കാണ് കുറ്റം മൊത്തം. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ എന്താ പറയുക, ഒരു ലൈഫിൽ നോക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീയായി മെല്ലെ മെല്ലെ ആ സ്ത്രീയിലേക്ക് ഇങ്ങനെ വരുന്നത്, ആ ജേണി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സ്ത്രീയിലേക്കുള്ള ജേണിയാ? ഇവിടെ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉച്ചരിക്കാനെ കൊണ്ടുള്ള എന്ത് യോഗ്യതയാണ് ജാസി കൊച്ചാട്ടനുള്ളത്? സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ ഇതുപോലെ ഞാൻ ഗർഭിണനാണെന്ന് പറയുന്നു, ഇമാതിരി തോന്നിയാസങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് മീഡിയാസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് ഛർദ്ദിച്ച് കാണിക്കുകയാണ്. ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്ന ഈ ഒരു വ്യക്തി. എത്രയോ സ്ത്രീകൾ വന്നിട്ട് സംസാരിച്ചിരുന്നു, അവർക്ക് തന്നെ എത്രയും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ജാസി ഒന്ന് ഈ കാണിച്ചു കൂട്ടുന്ന ഈ അപരാധങ്ങളെന്ന്. ഇപ്പം ഈ പറയുന്ന ഇവരുടെ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക് പോലും ഈ കാണിച്ചിരിക്കുന്ന പരിപാടികൾ അപരാധമായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. അതിനെപ്പറ്റി ജാസി തന്നെ പറയുന്നത് കേൾക്കാം. ഞങ്ങളെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരെ കുറേ ആൾക്കാർ ട്രോളുന്നു ഒക്കെ അസൂയാണ്. സത്യം പറഞ്ഞാൽ അസൂയാണ് ഗൈസ് അവർക്കല്ല. അല്ല, എന്തിന്റെ പേരിലാണ് അസൂയ തോന്നേണ്ടത്? ഈ 22 FK എന്നുള്ള ആ ഒരു സംഭവം ഇങ്ങനെ നിലനിർത്തിയതിന്റെ പേരിൽ, അതോ ഗർഭണനാണെന്ന് പറഞ്ഞതിന്റെ പേരിലുള്ള നിലനിർത്തിയതോ? നിങ്ങൾക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഒരു അച്ഛനാവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനാവാൻ മാത്രമേ സയന്റിഫിക്കലി സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു അമ്മയാവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം അസൂയ. ഇപ്പം ജാസി മാത്രമാണോ ഇങ്ങനെ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ ആള്? ഇതിനു മുമ്പ് എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമാതിരി അപരാധങ്ങളല്ല കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഗർഭണനാണെന്ന് പറയും, ഛർദ്ദിച്ച് കാണിക്കുക, ഇമാതിരി തോന്നിയ ദിവസം ആരും കാണിച്ചില്ലല്ലോ. അല്ലെങ്കിൽ റെനയെ തന്നെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും വിളിച്ച് ആരും ചോദിച്ചില്ല അവർ ഏത് സർജറി ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം നല്ല കുറേ ട്രോള് എനിക്ക് കിട്ടുന്ന വെറുതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷൻ അല്ലേ? അതെ, വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷനാണ്, നല്ല പ്രൊമോഷനാണ്. ഇതുപോലെ കഴിഞ്ഞ ബിഗ് ബോസിന്റെ ടൈമിൽ ഇതുപോലെ ഒരു പ്രൊമോഷൻ ചെയ്തത്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കുക. എന്താണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ജാസി കൊച്ചാട്ടൻ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തിലെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് കാണാൻ സുഹൃത്തുക്കളെ. ഗുഡ് മോർണിംഗ്. എന്തായി, വേദന ഉണ്ടായിരുന്നല്ലേ? വേദന കാണും, സ്വാഭാവികം. കാര്യം തലേദിവസം രാത്രിയിൽ ശരീരത്തിന് ഒരുപാട് സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വേദന ഉണ്ടാവുമല്ലോ. ഐ മീൻ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുമല്ലോ. ഞാൻ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. സൂക്ഷിച്ചൊക്കെ പിടിച്ച് പൊക്ക് കേട്ടോ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ചിലപ്പോൾ സമ്മതമില്ലാതെ പിടിച്ച് തൂങ്ങി ഇറങ്ങിയെന്ന് വരും. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, ജാസി സർജറി കഴിഞ്ഞോ, അതോ ജാസിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്, എന്താ അല്ലേ? നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ചില കാരണം ഞാൻ അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ മൂഞ്ചാൻ ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ കൊണ്ടിടുന്നത്.
നിങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് നടക്കുന്നത് മറ്റേതാണ് നടക്കുന്നത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് എന്നിട്ട് പറയും നാട്ടുകാർക്കൊക്കെ കണ്ടവൻ്റെ വീട്ടിൽ നടക്കുന്ന കാണാനാണ് ആഗ്രഹം, എന്തിനാണ് ഞാൻ അവരെയൊക്കെ ബോധിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പ്രൈവറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറി തന്നെ സൂക്ഷിച്ച് വെക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇത് പബ്ലിക്കായിട്ട് സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പബ്ലിക്കായിട്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയും. ഞാൻ നിങ്ങളെ വേറെ 2 വീഡിയോ കൂടെ കാണിച്ചു തരാം. ഈ അപ്പർ ബോഡിയുടെ ആണല്ലോ സർജറി ചെയ്തേക്കുന്നത്, എന്നാൽ മണിനാഥം നിലച്ചു എന്നുള്ള ഒരു പ്രതീതി നിലനിർത്തിക്കൊണ്ട് 22 FK ആണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ചില കാട്ടായങ്ങളുണ്ട്, ഒന്ന് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനാണ് ഇന്ന് ഡോക്ടർ വരാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു. ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസി ഇപ്പം എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ. ഇപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു പെയിൻ, സ്റ്റിച്ചിട്ട ഭാഗങ്ങളിലൊക്കെ ഒരു ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പെട്ടെന്ന് സുഖമായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ആരാ ഇപ്പോൾ പബ്ലിക്ക് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പോട്ടെ, ആ നടപ്പ് നിങ്ങൾ കണ്ടില്ലേ? ഇത് എത്ര അപരാധമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എവിടുത്തെ സർജറി കഴിച്ചിട്ടാണ് ഇതുപോലെ വന്നിട്ട് 2 ആൾക്കാരും പിടിച്ചിട്ട് വയ്യ, എൻ്റെ കുഞ്ഞിന് വയ്യ അതുപോലെ ഇറങ്ങുക. എൻ്റെ പൊന്നോ, ഇത് വയ്യാതെ ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ്, തീരെ വയ്യ വേദനയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇതേ വ്യക്തി തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റുമേ. ഒന്നാമത്തെ കാര്യം, ഈ പാട്ട് എനിക്ക് മാത്രമാണോ എന്നറിയത്തില്ല, ഇത്രയും വെറുപ്പീരൊരു പാട്ട് 2025 ഞാൻ കേട്ടത് ഇതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്കത് അങ്ങനെയാണ് സുഹൃത്തുക്കളെ തോന്നിയിരിക്കുന്നത്. ഒക്കെ പോട്ടെ, വിഷയത്തിലോട്ട് വരാം. ഇതിനകത്ത് ജാസി ഇത്രയും വേദനയാണ്, സ്ട്രെയിനാണ്, മാങ്ങ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞേക്കുന്ന വ്യക്തിക്ക് ഇതുപോലെ ഡാൻസ് ഷൂട്ട് ചെയ്തിടുന്നതിന് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇതിട്ട് എൻ്റെ തൊട്ട് പുറകെ മറ്റൊരു വീഡിയോ കൂടെ അടുത്ത ദിവസം ഇട്ടിട്ടുണ്ട്, അതുകൂടെ നമുക്ക് കാണാം. ഹലോ, ജാസിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു. കാരണം എൻ്റെ സ്റ്റിച്ചൊക്കെ ഉണങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഷി പറഞ്ഞു നീ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കാണ്ട് കുറച്ച് പുറത്തു കൂടെ ഒക്കെ ഒന്ന് നടക്കുക, അപ്പോൾ ഓക്കെ ആവുമെന്ന്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ഞങ്ങളെ മുറ്റത്തു കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പൂവൊക്കെ വിരിഞ്ഞതും കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ കുറച്ച് റിലീഫായി. പിന്നെ ഞങ്ങളുടെ മുറ്റത്തെ മാവിൽ നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു. നിന്ന് കുതിച്ച് ചാടുമ്പോൾ ആലോചിക്കണമായിരുന്നു വേദന കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ജാസി ആണെങ്കിൽ പിന്നീട് പറയുന്നൊരു കാര്യമായിരിക്കും, ആ റീലൊക്കെ പോസ്റ്റ് ചെയ്തത് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നൊരു സാധനമായിരുന്നു, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ ജാസി ആയതുകൊണ്ട് നമ്പാൻ പറ്റൂല. കാര്യം അമ്മാതിരി കോപ്രായങ്ങളും അപരാധമാണല്ലോ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി പറയുന്നത് കേൾക്കാം. പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന്. ഒരിക്കലും അത് ആവില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതിൽ എനിക്ക് സന്തോഷം. അല്ലെങ്കിൽ സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ചെയ്ത സർജറികൾ ഞാൻ ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കണ്ണാടി നോക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആണ് എന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കണം, നിങ്ങൾക്ക് നോക്കാവുന്നതാണോ. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും ഒരു സ്ത്രീയാവാൻ പറ്റത്തില്ല. മനസ്സുകൊണ്ട് പോലും നിനക്കത് പറ്റത്തില്ല. ഈ മനസ്സുകൊണ്ട് ആഗ്രഹം കൊണ്ടൊക്കെ നടക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. അങ്ങനെ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാനെ കൊണ്ട് സാധിക്കും. പക്ഷേ അത് ആർക്ക് പറ്റിയാലും ജാസിക്ക് പറ്റില്ല. കാരണം സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സ്ത്രീ ആയിട്ട് മാറാൻ സാധിക്കുന്നത്? അമ്മാതിരി ഛർദ്ദിച്ച് കാണിക്കുകയാണ് മീഡിയാസിന്റെ മുന്നിൽ. അതൊക്കെ എന്താണ്? എന്നിട്ട് 10 മാസം കഴിഞ്ഞ് ഒരു സർപ്രൈസ് തരുന്നുണ്ട്, കുഞ്ഞിപ്പ് ഇറങ്ങും. എന്നിട്ട് ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ പോയിട്ട് ഞാൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഡെയിലി റുട്ടീൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നോ. അതാണ് അച്ഛനെയും അമ്മനെയും കൊന്നാലും 2 ഭാഗം പറയുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു വിഷയത്തിൽ ജാസി കൊച്ചാടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് എത്ര പേരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല. ഈവൻ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും ഇതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. അവർ പോലും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എടുത്ത് വെച്ച് ഇവരെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹെയ്തി സാദിയ ഒക്കെ ആണെങ്കിൽ പുള്ളിക്കാരുടെ വീട്ടിൽ പോയി ആരുടെയോ കല്യാണമൊക്കെ വിളിക്കുന്ന സംഭവങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ എൻ്റെ വിവാദങ്ങളെല്ലാം ഞാൻ അറിയാണ്ട് വരുന്ന വിവാദങ്ങളാണ്, ഞാൻ പറഞ്ഞു വരുന്ന വിവാദങ്ങളല്ല. അതെനിക്ക് ഇതിൽ പറയണം തോന്നുന്നത്. അല്ല, എല്ലാവർക്കും റീച്ച് അല്ലേ വേണ്ടത്, എല്ലാവരും റീച്ച് വാങ്ങട്ടെ, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും റീച്ച് അല്ലേ വേണ്ടുന്നത്. ജാസി കൊച്ചാട്ടനായിട്ട് ഇങ്ങനെ പോയിട്ട് ഈ പറയുന്ന വിവാദങ്ങൾ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളോ ഒന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ, ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലോട്ട് പോകാനെ കൊണ്ട് ജാസി കൊച്ചാട്ടനും ഉണ്ടായിരുന്നല്ലോ. ജാസി കൊച്ചാട്ടൻ അതിന് വേണ്ടിയിട്ട് കുറച്ച്
ഭയങ്കര ഭീകരമായിട്ടുള്ള കുറേ വിവാദം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതിൽ ചില സാധനങ്ങൾ പാളിപ്പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സൈഡിൽ. ഇനി അടുത്തൊരു സീസൺ തുടങ്ങാറാവുമ്പോഴത്തേക്കിന് ഇത് ജാസി കൊച്ചാട്ടൻ്റെ അടുത്ത കുറച്ച് വിവാദങ്ങൾ വരും. നിങ്ങൾ ഈ വീഡിയോ നോട്ട് ചെയ്ത് വെച്ചോ, സൂക്ഷിച്ച് വെച്ചോ, സേവ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചോ. ജാസി കൊച്ചാട്ടൻ ഇതുപോലത്തെ അടുത്ത വിഷയങ്ങളുമായിട്ട് ഇനി അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കിനും വരും. എന്താണെങ്കിലും 2025 ഇത്രയും വലിയ കാട്ടപരാധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് കുറച്ച് ആൾക്കാരുടെയെങ്കിലും മനസ്സിൽ ഒരു നർമ്മം പകരാനെ കൊണ്ട് സാധിച്ചു എന്ന നിലയിൽ നിങ്ങൾക്ക് 100 അപരാധ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. എന്താണെങ്കിലും ജാസി കൊച്ചാട്ടനെ കുറിച്ച് നമ്മൾ മുമ്പ് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് വിമർശിക്കേണ്ടുന്ന വിഷയങ്ങൾ ഹെൽത്തി ആയിട്ടും അല്ലാത്ത വിഷയങ്ങളിലൊക്കെ നമ്മൾ ആ രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഞാൻ പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളത് മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്താണെങ്കിലും ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.